നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് പോവുകയാണ് കേരളം. രണ്ടാം പിണറായി സർക്കാർ വിജയകരമായി 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് തിരിയുന്നത്. കഴിഞ്ഞ 9 വർഷത്തെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡുമായാണ് LDF ജനങ്ങളിലേക്ക് ഇറങ്ങുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 1 വർഷം മാത്രം ബാക്കിയിരിക്കുകയാണ് നിലമ്പൂർ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് പോകുന്നത്. നിലവിലുണ്ടായിരുന്ന MLA-യുടെ തികച്ചും രാഷ്ട്രീയവും വ്യക്തിപരവുമായ താല്പര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ മലപ്പുറത്തെ ഈ മലയോര മണ്ഡലത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇക്കാര്യം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളാകും LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് പാതി വഴിയിൽ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയെങ്കിലും LDF സർക്കാർ മണ്ഡലത്തെ ചേർത്തുപിടിച്ചു. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകിക്കൊണ്ടാണ് സർക്കാർ മണ്ഡലത്തോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത അരക്കിട്ടുറപ്പിച്ചത്. അതേസമയം പതിവ് പോലെ എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നേരിടുക എന്നതാണ് UDF ലക്ഷ്യമെന്ന് അവർ ആഴ്ചകൾക്ക് മുൻപ് തന്നെ സൂചന നൽകി കഴിഞ്ഞു. PV അൻവറിനെയാണ് അവർ ഇതിലേക്കുള്ള പാലമായി ഉപയോഗിക്കുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം പയറ്റിയ അതേ തന്ത്രം തന്നെ നിലമ്പൂരിലും പ്രയോഗിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുമെന്ന വാഗ്ദാനവുമായി അൻവർ 1 മാസത്തിലേറെയായി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളുടെ പിന്നാലെ നടക്കുന്നത് ഈ ഉദ്ദേശത്തോടെ തന്നെയാണ്. എന്നാൽ ഇത്തരം ശ്രമങ്ങൾക്കെല്ലാം കഴിഞ്ഞ 9 വർഷം കൊണ്ട് പിണറായി സർക്കാർ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടിച്ച വികസന വിപ്ലവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മറുപടിയാകും LDF പക്ഷത്ത് നിന്നുണ്ടാവുക. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ള പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ കടുത്ത ഭിന്നത UDF പക്ഷത്ത് കണ്ടിരുന്നു. VS ജോയിക്ക് വേണ്ടിയും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയും കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തിരിഞ്ഞതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന് വെല്ലുവിളിയായി. PV അൻവർ ആകട്ടെ ജോയിക്ക് പരസ്യമായി പിന്തുണ നൽകുകയും ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയായി ആര് വന്നാലും നിലമ്പൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് അടിയൊഴുക്ക് സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. K സുധാകരനെ അപ്രതീക്ഷിതമായി മാറ്റിയതിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർക്കുള്ള അതൃപ്തി ഇതുവരെയും മാറിയിട്ടില്ല. മുൻനിര നേതാക്കളിൽ പെടാത്ത സണ്ണി ജോസഫിനാകട്ടെ നേതാക്കളെ പരസ്പരം യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസം സംസ്ഥാനത്തെ സീനിയർ നേതാക്കൾക്കോ ജൂനിയർ നേതാക്കൾക്കോ പോലുമില്ല. DCC അധ്യക്ഷന്മാരെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പുതിയ KPCC പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വച്ചാണ് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു KPCC നേതൃത്വത്തെയും AICC നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ചത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ കനകോലുവിനെ പോലും CP മാത്യു പേരെടുത്ത് പരിഹസിച്ചു. AICC പ്രതിനിധിയെ പോലും ഏതോ ഒരുത്തനെന്നൊക്കെ വിശേഷിപ്പിച്ചത് സണ്ണി ജോസഫിനെ മുന്നിലെത്തിയായിരുന്നു. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന സൂചന നൽകുന്ന വിധം KPCC അധ്യക്ഷനെ ex-MLA എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇതിന് വേദിയിൽ വെച്ച് തന്നെ സണ്ണി ജോസഫിന് മറുപടി പറയേണ്ടിയും വന്നു. സുധാകരൻ അനുകൂലികൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. സുധാകരനായിരുന്നു അധ്യക്ഷനെങ്കിൽ ഇങ്ങനെ പറയാൻ CP മാത്യു തയ്യാറാകില്ലായിരുന്നു എന്നാണ് അവരുടെ പ്രചാരണം. ഇത്തരം സംഭവ വികാസങ്ങൾ KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നയാൾ വെറും ദുർബലനാണെന്ന തോന്നൽ പാർട്ടി പ്രവർത്തകരിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതേ ഇടുക്കിയിലെ മുൻ DCC സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നത്. ഇദ്ദേഹവും കുടുംബവും ഏറെക്കാലമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് ഇടുക്കിയിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു. ഈ ജില്ലയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കൊണ്ട് നടക്കുകയും KPCC വീട് വെച്ച് കൊടുക്കുകയും ചെയ്ത മറിയക്കുട്ടിയും കഴിഞ്ഞ ദിവസം BJP-യിലേക്ക് പോയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സുധാകരനെ മാറ്റിയിട്ടും അണികൾ BJP-യിലേക്ക് പോകുന്നത് തടയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നത് കോൺഗ്രസിൽ തന്നെ വിവിധ ജില്ലകളിലെ നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുതിർന്ന നേതാവും MP-യുമായ ശശി തരൂരിന്റെ പാർട്ടി വിരുദ്ധ നിലപാടുകളെ തിരുത്താനോ എതിർക്കാനോ സംസ്ഥാന കോൺഗ്രസിനോ ഹൈക്കമാൻഡിനോ പോലും കഴിയുന്നില്ല. അങ്ങനെ വ്യക്തമായ പദ്ധതികളോ ഏകോപനമോ ഇല്ലാതെ കേവലം PV അൻവർ എന്ന അവസരവാദിയുടെ വാക്കിന്റെ മാത്രം ബലത്തിലാണ് നിലമ്പൂരിൽ കോൺഗ്രസ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയവും ഐക്യവും ഇത്തരത്തിലാണെങ്കിൽ നിലമ്പൂരിൽ കോൺഗ്രസ് നിലയില്ലാ കയത്തിലേക്ക് വീഴുമെന്ന് കോൺഗ്രസ് അണികൾ തന്നെ അടക്കം പറയുന്ന അവസ്ഥയാണ് നിലവിൽ.